ഇന്ന് നമുക്ക് കൊഞ്ചിൻ്റെ ഒരു റോസ്റ്റ് എന്നോ ഫ്രൈ എന്നോ എന്ത് വേണേലും പറയും. ഇതെൻ്റെ റെസിപ്പിയല്ല, ഏട്ടൻ്റെ ഫ്രണ്ട് ഒരു ശ്രീലങ്ക ചേട്ടനുണ്ട്, ആ ചേട്ടൻ്റെ റെസിപ്പി ആട്ടോ കാണിച്ചു തരുന്നത്. കൊഞ്ച് തലയോടുകൂടി എടുക്കണം കേട്ടോ, ഷെല്ല്. ചേട്ടൻ പറഞ്ഞത് ശരീരത്തുള്ള തോടും കൂടി എടുക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ തോട് കളഞ്ഞ് തലയോടുകൂടി ക്ലീൻ ചെയ്തെടുത്ത കേട്ടോ. അതിനകത്തിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, ഉപ്പ്, പിന്നെ സോയാ സോസ് ആട്ടോ ആഡ് ചെയ്തത്. എന്നിട്ട് ഞാൻ ലേശം വെള്ളം കൂടി ഒഴിക്കുക, എന്നാലേ ഇത് ശരിക്കും ഒന്ന് കുഴഞ്ഞ് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് അത്യാവശ്യം നല്ല കട്ടി തന്നെ മാരിനേറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ഒലീവ് ഓയിൽ എടുത്താൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അടച്ചൊന്നും വെക്കണ്ട, തുറന്ന് തന്നെ വെച്ചിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ, ഒത്തിരി ലോ ആക്കണ്ട വെക്കുക. എന്നിട്ടത് കോരി മാറ്റിയിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ നീളത്തിലരിഞ്ഞ ഇഞ്ചി, തൊലിയോടുകൂടിയുള്ള വെളുത്തുള്ളി, പച്ചമുളക്, ഒരു സവാള, ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരുവിധം ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കൊഞ്ചും കൂടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടെ അങ്ങനെ കിടന്നോട്ടെ, അത്രേ ഉള്ളൂ കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇടണം കേട്ടോ, അത് മറന്നുപോലെ. ജസ്റ്റ് ഒന്ന് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് അങ്ങനെ ഒരു 5 മിനിറ്റ് കൂടെ കിടന്നോട്ടെ, അത്രേ ഉള്ളൂ സംഭവം. എന്തായാലും സംഭവം കിടിലൻ സാധനം കേട്ടോ. അങ്ങനെ താങ്കളുടെ കൊഞ്ച് എൻ്റെ അല്ലല്ലോ, താങ്കളുടെ ഫ്രണ്ടിൻ്റെ റെസിപ്പി അല്ലേ? ശ്രീലങ്കൻ ഫ്രണ്ടിൻ്റെ. അങ്ങനെയുണ്ട്. അടിപൊളി. അല്ല, ആ ചേട്ടൻ്റെ റെസിപ്പിയുടെ അതേ ടേസ്റ്റ് ഉണ്ടോയെന്ന് പറ. അവൻ്റെ അതിനകത്തിൽ ഇത് ഫുൾ ഷെല്ലുണ്ടായിരുന്നു. ഷെല്ലുണ്ടായിരുന്നു, ഞാൻ ഷെല്ല് കളഞ്ഞു, അതെനിക്കറിയില്ലായിരുന്നു. എന്നോട് തല കളയില്ലെന്നേ പറഞ്ഞത്. തലയും പിന്നെ അപ്പം ഷെല്ലുള്ളപ്പോൾ ആ ഷെല്ലിൻ്റെ ടേസ്റ്റ് വരുമായിരിക്കില്ല. അടിപൊളി കൊള്ളോ? അപ്പം നമുക്കിനി ട്രൈ ചെയ്യാൻ പറ്റുന്ന സാധനം, മസ്റ്റ് ട്രൈ ആയിട്ടോ അല്ലേ? മസ്റ്റ് ട്രൈ. കൂട്ടത്തിൽ ചിക്കൻ കറി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. അപ്പം ബൈ.